ഭൂമി ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെയും ഖബറിലെ അവസ്ഥ എന്തെന്ന് ഒരു ടെക്നോളജിക്കും ഇന്നേ വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി അഥവാ അങ്ങനെ ഒരു സംവിധാനം ഈ ഭൂമി ലോകത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഭൂമിയിൽ പിന്നെ ഒരു മനുഷ്യനും തെറ്റ് ചെയ്യുകയില്ല എന്ന് ഉറപ്പാണ്. കാരണം ഖബറിലെ തെറ്റ് ചെയ്ത ആളുകൾ ഖബറിൽ അനുഭവിക്കുന്ന വേദനകൾ, ശിക്ഷകൾ, അപകടങ്ങൾ, അവർ അനുഭവിക്കുന്ന ഇടങ്ങേറുകൾ ഈ ഭൂമി ലോകത്ത് വെച്ച് ജീവനുള്ള ഒരാൾക്ക് അത് കാണാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ ഒരിക്കലും അവൻ തെറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, നന്മകൾ ചെയ്ത് മരണപ്പെട്ടു പോയ ആളുകൾ ഖബറിൽ അനുഭവിക്കുന്ന സുഖലോലുപതകൾ, ആഡംബര ജീവിതം, സന്തോഷങ്ങൾ, അനുഗ്രഹങ്ങൾ, സ്വർഗീയ സമാന ജീവിതം ഖബറിൽ നിന്ന് തന്നെ അവർ അനുഭവിക്കുമ്പോൾ അത് കണ്ട ഒരാൾക്കും പിന്നെ ഈ ഭൂമി ലോകത്ത് നിന്ന് നന്മകൾ ചെയ്യാതിരിക്കാൻ കഴിയില്ല. നന്മകൾ മാത്രമേ ചെയ്യുള്ളൂ. അല്ലാഹു സ്വർഗത്തിലെ അല്ലെങ്കിൽ ഖബറിലെ അവസ്ഥകൾ കാണാതെ തന്നെ ഖബറിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നുണ്ട്, ഖബറിലെ അവസ്ഥകൾ എന്തായിരിക്കുമെന്നൊക്കെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കൽ കൂടെയാണ്. ഖബറിലുള്ള അവസ്ഥകൾ കാണാതെ തന്നെ എൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ പിന്നെ എനിക്കൊരു ഡൗട്ടും ഇല്ല, എൻ്റെ ഹബീബ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ജീവിക്കും എന്ന ആ സ്നേഹം പ്രകടിപ്പിക്കൽ കൂടെയാണ് ഖബറിലെ അവസ്ഥകൾ അള്ളാഹു ഹൈഡ് ചെയ്തു വെച്ചത്, അത് മറപ്പിച്ചു വെച്ചത്, അത് ഒരാൾക്കും കാണാൻ പറ്റാത്ത അവസ്ഥയാക്കി വെച്ചത്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ദീൻ അനുസരിച്ച് ഒരു മനുഷ്യൻ ജീവിക്കുന്നുണ്ടോ, ഖബർ കാണാതെ തന്നെ ഹബീബിനെ സ്നേഹിച്ച് ഹബീബ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഹബീബ് ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ ജീവിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് പടച്ച റബ്ബ് അങ്ങനെ ഒരു സംവിധാനം വെച്ചത്. ഇനി നമ്മൾ ദുആ ചെയ്യാൻ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ സ്നേഹിച്ച് ഖബറിന്റെ അവസ്ഥകൾ കാണാതെ തന്നെ ഖബറിലെ അവസ്ഥകൾ എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചു കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരണം ഏറ്റവും മനോഹരമായ മരണമാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയങ്ങൾ വേസ്റ്റായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഓരോ സെക്കൻഡിനും പടച്ച റബ്ബിന്റെ അടുക്കൽ നാം മറുപടി പറയേണ്ടി വരും എന്ന് അള്ളാഹു നമ്മുടെ ഓരോ സെക്കൻഡുകളും അനുഗ്രഹീതമായ സെക്കൻഡുകളാക്കി മാറ്റി തരുമാറാകട്ടെ. നല്ല മനുഷ്യരാക്കി തരുമാറാകട്ടെ. തഖ്വയുള്ളവരെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.